കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊക്കെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നുവെന്ന് ഞങ്ങളെ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ കർത്താവിന്റെ ദാസി ബ്ലസ്സിയാണ് കാനഡയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ സഹോദരിയുടെ സാക്ഷ്യത്തിന്റെ ആദ്യത്തെ ഭാഗം പ്രിയപ്പെട്ട ദൈവമക്കളൊക്കെ ഒത്തിരി പേര് കേൾക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് തന്നെ സ്വർഗീയ ദർശനങ്ങളൊക്കെ കാണിച്ചു തന്നാൽ അന്ന് പറയാത്ത കുറെ കാര്യങ്ങളും കൂടെ അതൊക്കെ പിന്നെയും പ്രിയപ്പെട്ട ദൈവമക്കളുമായി ഷെയർ ചെയ്യുവാൻ പ്രിയ കർത്താവിന്റെ ദാസ് നമ്മുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലസ്സി ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ കർത്താവിന് നന്ദി കരയേറ്റുന്നു. അതോടൊപ്പം ബ്ലസ്സിക്ക് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കുടുംബമായി സന്തോഷമായിരിക്കുന്നല്ലോ. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിന്റെ അനുഭവങ്ങള് കർത്താവ് കാട്ടിത്തന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടില് പറയാത്തതാണ് ബ്ലസ്സി ഇപ്പോൾ പറയാൻ പോകുന്നത്. കർത്താവ് അതിനായി ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. അതിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന വാഴ്ത്തുന്നു. അങ്ങയുടെ സാന്നിധ്യവും ദയയും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. നമ്മുടെ ദാസ്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് നടത്തുന്ന വിധങ്ങളും വഴികളും ഒക്കെ ഓർത്തു നന്ദിയോടെ സ്തോത്രം. കർത്താവെ, സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ വലിയ വിടുതലായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് നിന്റെ ദാസിയെ അവിടുന്ന് ശക്തീകരിച്ചാട്ട് കർത്താവ് ഞങ്ങളുടെ നാമം ഹല്ലേലൂയ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുക ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. ബ്ലസ്സി, ആദ്യത്തെ സാക്ഷ്യങ്ങൾ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചോദിക്കുകയാണ്. ബ്ലസ്സി, വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടുന്നാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാട്ട് പരിചയപ്പെടുത്തിയാട്ട്. ഞാന് ചെങ്ങന്നൂരിന് തിരുവല്ലായ്ക്ക് ഇടയ്ക്കുള്ള മഴക്കീർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടില് മാതാവും എൻ്റെ 2 സഹോദരങ്ങളുണ്ട്. എനിക്ക് മൂത്ത ഏറ്റവും ചേച്ചിയാണ്. രണ്ടാമത്തെ എൻ്റെ സഹോദരന് ഏറ്റവും ഇളയ മകളാണ് ഞാൻ. ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ കാനഡയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ബ്ലസ്സിക്ക് നൽകി തരികയാണ്. ബ്ലസ്സി അത് ഉപയോഗിച്ചാട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആന്റി. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇച്ചിരൂടെ ഉറക്കെ എന്ന് പറയണേ. ഓക്കെ. ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. വീണ്ടും ഒരു 2ാം ഭാഗം ഹല്ലേലൂയ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയുവാൻ തക്കവണ്ണം വീണ്ടും ഹല്ലേലൂയ ദൈവം ഈ ദിവസം ഒരുക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതിനായി ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സർവശക്തനായ ദൈവത്തിന് സകല മാനമഹത്വം അർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന ജോയ്സ് ടിവിയോടും ആന്റിയോടും എല്ലാ ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവങ്ങളോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. എന്നെ ലോകമെമ്പാടും നിന്ന് ഹല്ലേലൂയ എന്റെ ആദ്യ പാട്ട് ഹല്ലേലൂയ അത് ദൈവം വെളിപ്പെടുത്തി തന്ന ആ ദർശനങ്ങളും അനുഭവങ്ങളും കേട്ട എല്ലാ ദൈവമക്കളോടും എന്റെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ ഉള്ളിൽ നിന്ന് ഹല്ലേലൂയ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവം വെളിപ്പെടുത്തി തന്നതല്ലാതെ നമുക്ക് പറയാനായിട്ട് ഒന്നും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ 2ാം ഭാഗവും ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഹല്ലേലൂയ അത് ഹല്ലേലൂയ അത് ദൈവത്തിന്റെ ആത്മാവ് ആഴത്തിൽ നിങ്ങളോട് ഇടപെട്ട സ്തോത്രം. ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ അതിന്റെ മർമ്മങ്ങളെ ദൈവം നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ. ഹല്ലേലൂയ അത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ 2ാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സ്തോത്രം. ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സ്വർഗവും നരകവും തമ്മിലുള്ള ഈ ഒരു വലിയ വെളിപ്പാട് എനിക്ക് കാണിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിനെ ഒരു വലിയ പ്രിപ്പറേഷനിലേക്ക് എന്നെ കടത്തിവിടുകയുണ്ടായി. സ്തോത്രം. അത് ആത്മീയമായി എന്നെ ഒരുക്കിയെടുത്തു. സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, നീ വെളിപ്പാട് പുസ്തകം വായിക്കണമെന്ന. സ്തോത്രം.
അതുവരെ ഇല്ലാത്ത ഒരു അനുഭവം. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു കർത്താവേ, ഈ വെളിപ്പാട് പുസ്തകം സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ ഇച്ചിരി പ്രയാസമാണ്. കർത്താവേ, ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ ബ്രദറിനോട് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ആത്മീയ വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായതുകൊണ്ട് ബ്രദറുമായിട്ട് ഇത് സംസാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ ഒരു മലയാളം ഓഡിയോ ബൈബിള് സ്തോത്രം ഞാൻ ഡൗൺലോഡ് ചെയ്ത് അങ്ങനെ അത് പെട്ടെന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ ഞാനത് കേട്ട് 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 2-3 പ്രാവശ്യമായിട്ട് കേട്ട് അതിന്റെ ഹല്ലേലൂയ അതിന്റെ സത്യങ്ങളെ ഞാൻ മനസ്സിലാക്കി. സ്തോത്രം. അതിനുശേഷം സ്തോത്രം നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്നെ ദൈവം എന്നിലുള്ള കുറവുകൾ ഹല്ലേലൂയ സ്തോത്രം ദൈവം വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. അതായത് എനിക്ക് കയ്പ് അല്ലെ എനിക്ക് പിണക്കം ഉണ്ടായിരുന്ന ഹല്ലേലൂയ വ്യക്തിയെ ഹല്ലേലൂയ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. നീ അത് ക്ഷമിക്കണം, ഏറ്റു പറയണം, നിന്റെ ഹൃദയത്തിലുള്ള ഹല്ലേലൂയ എല്ലാ വിചാരങ്ങളും ഹല്ലേലൂയ ദൈവം തൂക്കി നോക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ എനിക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രേരണ പ്രകാരം തന്നെ സ്തോത്രം ഞാൻ ഹല്ലേലൂയ അന്ന് രാത്രിയിൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് ഞാൻ ഹല്ലേലൂയ എന്റെ ലംഘനങ്ങളെ ഹല്ലേലൂയ ഏറ്റു പറഞ്ഞ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ക്ഷമ ചോദിച്ചു. സ്തോത്രം. ഇത് നമ്മുടെ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെയൊക്കെയും വെളിപ്പെടുത്തി തരുന്ന നമ്മുടെ ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമുക്ക് പലപ്പോഴും കണ്ണിന് മുമ്പിലെ ഹല്ലേലൂയ കാണുന്ന കാര്യങ്ങളെ അറിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ ദൈവമോ അന്തരംഗങ്ങളെ തൂക്കി നോക്കുന്ന ദൈവമാ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ഞാൻ അത് ഏറ്റു പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദൈവം എന്റെ ഹല്ലേലൂയ ആ പാപം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ സ്തോത്രം. 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ലംഘനങ്ങളെ ക്ഷമിച്ചും പാപങ്ങളെ ഹല്ലേലൂയ മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകത്തെ കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഞാൻ ചോദിക്കുകയാണ്, അപ്പം ആ സിസ്റ്റർ അറിയാമായിരുന്നോ ബ്ലസ്സിക്ക് പിണക്കം ഉണ്ടെന്നതോ? ബ്ലസ്സിയുടെ ഉള്ളില് ഇല്ല? എന്റെ ഉള്ളില് എന്തോ ഒരു ഞങ്ങൾ തമ്മിൽ അങ്ങനെ വാക്ക് തർക്കമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓരോ സാഹചര്യത്തിന്റെ ഇതുകൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ചെറിയൊരു കയ്പ് അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല അതിനകത്ത്. പുറമേ നല്ല ഇതാ, പക്ഷെ അകത്ത് എന്തോ ഒരു കാരണത്താല് എനിക്കുണ്ടായ ഒരു അതെ പിണക്കം അത്രേ ഉള്ളൂ. അതങ്ങനെ ഞാൻ ഏറ്റു പറഞ്ഞു ദൈവസന്നിധിയിൽ. അതിനുശേഷം ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ്. സ്തോത്രം. ഞാൻ ഓർണമെന്റ്സ് ഇടുന്നതിനോട് ഈ വിശ്വാസത്തിൽ വന്ന ശേഷവും ഈ ഓർണമെന്റ്സ് ഇടുന്നതിനോട് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ എന്റെ ആദ്യ അനുഭവം കേട്ടവർക്ക് അറിയാം, ഒരു മനുഷിക പ്രേരണയാലല്ല ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നത്. പൂർണ്ണമായും ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസിൽ ഞാൻ കടന്നു വന്നു. അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ ചെറിയ ഒരു ഗോൾഡ് ചെയിൻ എന്റെ കഴുത്തിൽ ഇടുവായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഊരും, വല്ലപ്പോഴും എടുത്തിടും. അങ്ങനെ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് പല സിറ്റുവേഷനിലായിട്ട് ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നു ഈ ഗോൾഡ് എനിക്ക് വേണ്ട എന്ന്. സ്തോത്രം. ഞാൻ അതിന് ഉദാഹരണമായിട്ട് ഞാൻ കണ്ട ദർശന പ്രകാരം ഞാൻ പറയുകയാണ്. സ്തോത്രം. ഇത് പറയുമ്പോൾ ആരും തോന്നരുത് ഇത് വലിയ ഒരു സംഭവമാണ്, അങ്ങനെയല്ല. പക്ഷെ ഹോളി സ്പിരിറ്റ് എനിക്ക് മനസ്സിലാക്കി തന്നതാണ്. സ്തോത്രം. എനിക്ക് കാണിച്ചു തന്നത് ഈ സ്വർണം എന്ന് പറയുന്നതിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്. അതായത് മണ്ണിനടിയിൽ നിന്ന് ചെളിയും മണ്ണുമുള്ള അഴുക്കിൽ നിന്ന് ഇതിനെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. അത് നമ്മുടെ സയൻസ് പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം എന്ന്. അപ്പൊ അത് അശുദ്ധിയിൽ നിന്നാണ് ഇതിനെ പുറത്തെടുത്ത് പിന്നീട് അതിന്റെ ആ ലോഹം അത് ഉരുപ്പടി അതിനെ ക്ലീൻ ചെയ്ത് ഒക്കെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സിലൂടെ കടത്തി വിടുന്നത്. സ്തോത്രം. പിന്നീട് പിന്നെ വേറൊരു പ്രാവശ്യം എന്നെ കാണിച്ചു തന്ന്. അപ്പം ഇത് പല രീതിയിലുള്ള പല രൂപങ്ങളില് ഈ ഗോൾഡ് ഓരോരുത്തരും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണം പല ദേവന്മാരെ പല ഇതിൽ വിശ്വസിക്കുന്നവർ നമ്മുടെ ഈ ലോകത്തുണ്ട്. സ്തോത്രം. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാല് പലതരത്തിലും ഈ ഗോൾഡിനെ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്. അപ്പോൾ ഒരു ദൈവത്തെ അറിഞ്ഞ ഒരു പൈതലിന് സ്തോത്രം ഹല്ലേലൂയ അത് നമ്മളെ കർത്താവിനെ പൂർണ്ണമായിട്ടും ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ സേവിക്കാൻ അറിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിനും വിട്ടിട്ടാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ കഴുത്ത് എനിക്ക് മനസ്സിലാക്കി തന്നത്, എനിക്ക് കാണിച്ച ദർശന പ്രകാരം ഇത് വേറൊരു ഷേപ്പിൽ അത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതെന്റെ കഴുത്തിലിട്ടിരിക്കുന്നത് ഒരു തടസ്സമാണെന്നുള്ള രീതിയിൽ എനിക്കൊരു പ്രാവശ്യം വേറൊരു ദിവസം മനസ്സിലാക്കി തന്നു.
പിന്നീട് എനിക്ക് കാണിച്ചു തന്ന ഒരു ദർശനം, എന്റെ വിവാഹത്തിന് ഞാൻ എല്ലാവരും കേട്ടത് അനുസരിച്ച് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ ആയിരുന്നുള്ള ഒരു വിവാഹമാണ്. ദൈവനിശ്ചയ പ്രകാരം ദർശന പ്രകാരം തന്ന ഒരു വിവാഹമാണ്. പക്ഷെ അങ്ങനെ ഞാൻ ഗോൾഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അത്രമാത്രം ഉപയോഗിച്ചില്ലെങ്കിൽ ഈ ഒരു ഗോൾഡ് ചെറിയൊരു ചെയിൻ മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ. പക്ഷെ എനിക്ക് കാണിച്ചു തന്ന ദർശനം, ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം എനിക്ക് കാണിച്ചു തന്നത് ഒരു കല്ലറ എന്നെ കാണിക്കുകയാണ്. ഈ കല്ലറ കാണിച്ചിട്ട് എന്റെ ഈ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഗോൾഡ് മുഴുവൻ ആ കല്ലറയിൽ ഇങ്ങനെ ആ അകത്ത്, ഞാൻ എവിടെയാണോ ഞാൻ ആ കല്ലറ കണ്ടത് അതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്ന കാര്യം, ഈ കല്ലറ ഉള്ളൂ എന്റെ എല്ലാ സമ്പത്തും എന്റെ ധനവും അവിടെ വരെ ഉള്ളൂ. എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് ഈ ഗോൾഡിന്റെ ഉപയോഗത്തെ പറ്റി ദൈവാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ ഈ വെളിപ്പാട് ദർശനം കാണുന്നതിന്റെ തലേ ദിവസം എന്നെ ദൈവാത്മാവ് എനിക്ക് കാണിച്ചു. അതിന് മുമ്പ് ഒരു ദിവസം കൂടെ, ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തന്നത്, എന്റെ കാതിൽ കിടന്ന ഒരു കമ്മലും ഒരു ഈ ഗോൾഡ് ചെയിനുമായിട്ട് എന്നെ കാണിക്കുന്ന ഒരു കറുത്ത ചരടായിട്ട്. അപ്പൊ അതെനിക്ക് മനസ്സിലായത് അതൊരു ദൈവഹിതമല്ലാത്ത ഒരു ബന്ധനം പോലെ എനിക്ക് മനസ്സിലാക്കി വീണ്ടും തോന്നി. തലേ ദിവസം അങ്ങനെ എന്നെ ഈ മാല എടുത്ത് കാണിക്കുകയാണ്. എന്റെ അതേ ഡ്രസ്സ് ഇട്ട് ഞാൻ ഇട്ട ഡ്രസ്സിൽ എന്നെ കാണിക്കുക. അപ്പൊ എനിക്ക് തന്നെയാണ്, എന്റെ വിഷയമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇടും, ഇടയ്ക്ക് ഊരും, വല്ലപ്പോഴും ഇടും, എപ്പോഴും അല്ല. അത് മാത്രം ഇടത്തുകൊള്ളുമായിരുന്നു, ആ ചെറിയത്. പക്ഷെ അന്ന് ഞാൻ തീരുമാനമെടുത്തു, ഇനി എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഇത് ദൈവത്തിന്റെ ആത്മാവ് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നു, ഇതെനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ സ്വയം ആ ഓർണമെന്റ് ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം ദൈവത്തിന്റെ കൃപയാൽ ഈ നിമിഷം വരെ ഇടാൻ എനിക്ക് മനസ്സ് വച്ചിട്ടില്ല. കാരണം എനിക്കത് പൂർണ്ണമായും ബോധ്യപ്പെട്ട ശേഷം ഞാൻ ഊരി മാറ്റിയതാണ്. സ്തോത്രം. അതിനുശേഷമാണ് പിറ്റേ ദിവസം എന്നെ കർത്താവ് ആത്മാവിൽ എടുത്തുകൊണ്ടുപോയി ഈ സ്വർഗീയ ദർശനങ്ങൾ കാണിച്ചത്. സ്തോത്രം. ഞാൻ ഇത് പറയാൻ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനു ശേഷം പറയുകയാണ്. സ്തോത്രം. ഈ ദർശനം, ഈ വെളിപ്പാട് ഞാൻ കണ്ടത് നമ്മുടെ COVID-19 എന്ന മഹാമാരിയുടെ ആരംഭത്തിലാണ്. 2019 അല്ലെങ്കിൽ 2020 സ്റ്റാർട്ടിങ്ങിലാണ്. എല്ലാവർക്കും അറിയാം മഹാമാരി. അപ്പം ആ ലൂക്കോസിന്റെ സുവിശേഷത്തില് ഹല്ലേലൂയ സ്തോത്രം, വ്യക്തമായിട്ട് ഹല്ലേലൂയ സ്തോത്രം അവിടെ വചനം പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ ഭൂകമ്പങ്ങള്, ഹല്ലേലൂയ യുദ്ധങ്ങള്, മഹാമാരികള്, ഹല്ലേലൂയ കർത്താവിന്റെ വരവിനോടനുബന്ധിച്ച് ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ ആ വചനത്തിനകത്ത് നമ്മൾ ഹല്ലേലൂയ ആഴത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഹല്ലേലൂയ ഇതെല്ലാം കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഈ മഹാവ്യാധികൾ, ഇപ്പോൾ രണ്ടാമത് നമുക്ക് ഇപ്പോൾ അറിയാം യുദ്ധങ്ങൾ. സ്തോത്രം. ഇതിനു മുമ്പും പല പ്രാവശ്യം പല രാജ്യങ്ങൾ തമ്മിൽ ചെറുതായിട്ടാണേലും ഏറ്റുമുട്ടിയിട്ടുണ്ട്. നമുക്കറിയാം. ഇപ്പോഴും ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കണ്ടു. സ്തോത്രം. സ്തോത്രം. ഇതിനകത്തൊക്കെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വചനപ്രകാരം നമ്മൾ ഹല്ലേലൂയ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ നിങ്ങൾ അവിടെ യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധസ്തുതികളെ കുറിച്ചും കേൾക്കും. ഹല്ലേലൂയ ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം അത്രേ. സ്തോത്രം. ഇതൊക്കെ കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ ഇതൊക്കെയും കണ്ട് നമ്മൾ ഭയപ്പെട്ട് പേടിപ്പെട്ട് ഇരിക്കുവാനല്ല. സ്തോത്രം. ഇതൊക്കെയും ഇതിന്റെ ഒരു അവസാനമുണ്ട്. ഇതിന് ശേഷം ഹല്ലേലൂയ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളുണ്ട്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഒന്നീ നമ്മുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വരവ്. ഇതേതെങ്കിലും ഒന്ന് സംഭവിക്കും. സ്തോത്രം. ഹല്ലേലൂയ അവിടെ നമുക്ക് അതിനു മുമ്പായിട്ട് വേണ്ടത് നമ്മുടെ ഹല്ലേലൂയ മാനസാന്തരം. ഹല്ലേലൂയ കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുക. കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കാത്ത ആരും തന്നെ ഈ ലോകത്തിൽ നിന്ന് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുകയില്ല. ആ സത്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. പിന്നീട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. സ്തോത്രം. ഈ എന്നെ ആത്മാവിലെടുത്തു. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഹല്ലേലൂയ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഹല്ലേലൂയ സ്തോത്രം, ആ സ്വർഗീയ ദർശനം കാണിച്ച ഹല്ലേലൂയ അതിനകത്ത് ആ ജീവവൃക്ഷത്തിന് നടുവിലൂടെ വെള്ള വസ്ത്രം ധരിച്ച സ്തോത്രം, ഹല്ലേലൂയ വെള്ള നിലയെങ്കി ധരിച്ച ആൾക്കാരെ ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഹല്ലേലൂയ ഒരു വലിയ ദർശനം കണ്ടല്ല. അതിനകത്ത് വലിയ പ്രകാശം. സ്തോത്രം. ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് ഹല്ലേലൂയ അവിടെ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ മൂപ്പന്മാരിൽ ഒരുത്തനോട് ഹല്ലേലൂയ വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവൻ ആര്? ഹല്ലേലൂയ ഇവരാര്? ഹല്ലേലൂയ അപ്പോൾ ഹല്ലേലൂയ അവിടെ നിന്ന് ഒരു മറുപടി കേൾക്കുകയാണ്. ഹല്ലേലൂയ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഹല്ലേലൂയ കുഞ്ഞാടിന്റെ രക്തത്തിൽ ഹല്ലേലൂയ അവിടെ അങ്കി തന്നെത്താൻ
അലക്കി വിളിപ്പിച്ചിരിക്കുക. സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നമ്മൾ എത്ര വേദനയോടെ കഴിഞ്ഞു പോയാലും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം, എത്ര ഹല്ലേലൂയ പ്രയാസത്തിലൂടെ കടന്നു പോയാലും അവിടെ നമുക്ക് ഹല്ലേലൂയ ഒരു പ്രതിഫലമാണ്. ഹല്ലേലൂയ വെള്ള നിലയെങ്കി ധരിച്ചാൽ നമ്മൾ അവിടെ ഹല്ലേലൂയ നടക്കുന്നത്. കാരണം എന്താ, ഇവിടെ നമുക്ക് മഹാ കഷ്ടമുണ്ട്. ഹല്ലേലൂയ നമ്മൾ അനേക വേദനയിലൂടെ ഹല്ലേലൂയ കടന്നുപോയവരാ. സ്തോത്രം. അതുകൊണ്ട് വചനം പറയുന്നത് സ്തോത്രം, നമ്മുടെ ഹല്ലേലൂയ തന്നെത്താൻ അവനവൻ ഹല്ലേലൂയ തന്റെ ജീവനെ കളയുവാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നേടും. ഹല്ലേലൂയ ഒരുവൻ തന്റെ ജീവനെ ഹല്ലേലൂയ നേടുവാൻ ആഗ്രഹിച്ചാൽ അത് കളയും. സ്തോത്രം. നമ്മുടെ ജീവനെ ഇവിടെ കളഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ നേടുന്നത്. സ്തോത്രം. അതാണ് ദൈവവചനം പറയുന്നല്ലോ, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി ശുദ്ധീകരിച്ചവരാണ് സ്വർഗത്തിലുള്ളത്. അപ്പം യേശുക്രിസ്തുവിനെ നമ്മൾ എന്തോ ചെയ്യുക, രക്ഷകനായി സ്വീകരിക്കുക. ബ്ലസ്സി പറഞ്ഞതുപോലെ കഴുകി, നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മൾ എന്തോ ചെയ്യുക, ശുദ്ധീകരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തോ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ളത് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം. ഹല്ലേലൂയ എന്നെ കാണിച്ച വേറൊരു ദർശനം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ ഈ സ്വർഗരാജ്യത്തിലേക്കുള്ള ഹല്ലേലൂയ വഴി ഹല്ലേലൂയ വളരെ ഇടുക്കവും ഹല്ലേലൂയ വഴി ഞെരുക്കവും ഉള്ളതാ. സ്തോത്രം. അതിനകത്ത് കണ്ട ഹല്ലേലൂയ ഒരു ദർശനത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ പൈപ്പ് ലൈൻ പോലെയുള്ള വലിയൊരു കുഴലിനെ കാണിക്കുക. സ്തോത്രം. ഹല്ലേലൂയ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഞാൻ ചോദിച്ചു, കർത്താവ് ഇത് എന്തുവാ? സ്തോത്രം. ഞാൻ ഇതിന്റെ അവസാനം ഈ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലെ സ്തോത്രം ഹല്ലേലൂയ വലിയൊരു കുഴൽ പോലെ എനിക്ക് കാണുന്നത്. അതിന്റെ അവസാനം ഒരു ക്രോസ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ ഇത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയാ. ഹല്ലേലൂയ ഇതൊരു നിത്യതയാ. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ പിന്നീട് ഞാൻ കാണുന്നത് 1 2 പേര് ഇതിനകത്തൂടെ അങ്ങനെ നടന്നു പോവുകയാ. സ്തോത്രം. പിന്നീട് ഞാൻ കാണുന്നത് തിരിച്ച് വരുന്ന ഒരു വഴി. ഹല്ലേലൂയ അതിനകത്ത് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ഒരേ ഡ്രസ് ഇട്ട സ്തോത്രം ഹല്ലേലൂയ വെള്ള ഹല്ലേലൂയ കളറിലുള്ള ഹല്ലേലൂയ വൈറ്റ് ഹല്ലേലൂയ ഡ്രസ് ഇട്ട ഹല്ലേലൂയ നല്ല കല്യാണ ഡ്രസ് ഹല്ലേലൂയ ഒരേ ഷേപ്പില്. എനിക്ക് അവരുടെ മുഖം കുഞ്ഞതായിട്ട് നല്ല വളരെ ബ്യൂട്ടിഫുൾ. എല്ലാവരും പിന്നെ തലയിൽ ഹല്ലേലൂയ ഈ പൂ വെച്ചുള്ള നല്ല കിരീടവും വെച്ചിട്ടുണ്ട്. സ്തോത്രം. എല്ലാവരുടെയും തലയിൽ അവരിങ്ങനെ നിരനിരയായിട്ട് തിരിച്ച് ഞാൻ ഇങ്ങനെ കാണിക്കുക വരുന്നത്. എന്നിട്ട് ഒരു ഹൈ പ്ലേസിൽ ഇവരെല്ലാം വന്നിരിക്കുക. അത് പക്ഷെ അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത്, ഒരാള് ഒരു സ്ഥലത്ത് ഒരു താന്നിരിക്കുന്നു, അതിന്റെ വേറൊരു ആള് ഒരു അതിനെക്കാട്ട് ഇച്ചിരൂടെ പൊക്കത്തില്, അതിന് വേറൊരു ആള് വേറൊരു സൈഡില്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും അവരവരുടെ പ്രതിഫലം അവർക്ക് അവരവരുടെ പ്രവർത്തിക്കും അവരവരുടെ ഹല്ലേലൂയ സ്തോത്രം നന്മ പ്രവർത്തികൾക്കും അനുസരിച്ചുള്ള സ്ഥലമാണ് അവിടെ ഹല്ലേലൂയ സ്വർഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. കാരണം ഞാൻ പ്രത്യേകം അത് ശ്രദ്ധിച്ചു, എല്ലാവരും ഒരേ ലെവലിലല്ല ഇരിക്കുന്നത്. ഓരോരുത്തരും വന്നിട്ട് അവരവരുടെ ലെവലിലാണ്. സ്തോത്രം. ഓരോരുത്തർക്കും ഓരോ പൊസിഷൻ ഉണ്ട് അവിടെ. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിന്നീട് ഞാൻ കണ്ട ആ വെളിപ്പാട് നകത്ത് സ്തോത്രം ഞാൻ കണ്ടത് സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ആകുന്ന സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിൽ കടന്നു വന്ന എല്ലാവർക്കും ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുക എന്നുള്ള വലിയൊരു കടമ നമുക്കുണ്ട്. പൊതുവെ നമ്മുടെ വിശ്വാസ സമൂഹത്തില് ചിന്തിച്ചിരിക്കുന്ന ഒരു ധാരണ നമ്മുടെ കർത്താവിന്റെ ദാസന്മാർക്കും അല്ലെ ഹല്ലേലൂയ ഈ വചനം ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ശുശ്രൂഷയാണ് ഹല്ലേലൂയ ഇതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ആരെല്ലാം കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചിട്ടുണ്ടോ ഹല്ലേലൂയ അവർക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഹല്ലേലൂയ ഈ ദൗത്യം ഹല്ലേലൂയ ഉണ്ട്. ഹല്ലേലൂയ നമ്മളത് ചെയ്യേണ്ടതാണ്. കാരണം വചനത്തിൽ പറയുന്നു ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറയുന്നത് എന്താ? ഹല്ലേലൂയ നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകും. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നു സ്തോത്രം യഹോവയെ സ്തുതിപ്പിൻ ഹല്ലേലൂയ ഹല്ലേലൂയ യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട് സ്തോത്രം. യഹോവയ്ക്ക് ഹല്ലേലൂയ യഹോവയുടെ പ്രവർത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് വിവരിപ്പിൻ. അപ്പോൾ ദൈവം നമ്മളെ വിടുവിച്ച വഴികള്, ദൈവം നമ്മളെ നടത്തിയ വഴികള് ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ അന്ധകാരത്തിൽ നിന്നും തന്റെ വിശുദ്ധ പ്രകാശത്തിലേക്ക് അതിനെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുത്തൊരു ജാതി, രാജ പുരോഹിത വർഗം, വിശുദ്ധ ജനം ഹല്ലേലൂയ ഹല്ലേലൂയ സ്വന്തം ജനവുമായി നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പൊ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അന്ധകാരത്തിൽ നമ്മളെ വിളിച്ചെടുത്തതാ ഹല്ലേലൂയ സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിൽ നമ്മെ
ആക്കി വെച്ചു. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യ പദവി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നമ്മളെ പിടിച്ചെടുത്ത ദൈവത്തിന്റെ പ്രവൃത്തികളെ, സൽഗുണങ്ങളെ പറ്റി നമ്മൾ ഘോഷിക്കണം, മറ്റുള്ളവരോട് പറയണം, ദൈവത്തെ അറിയാത്തവരോട് പറയണം. ഹല്ലേലൂയ. മറ്റുള്ളവർ ദൈവ മക്കളോട് പറയണം. എന്തിനാ? അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ. സ്തോത്രം. കാരണം വചനം പറയുന്നു, ഹല്ലേലൂയ, ബലഹീനരെ താങ്ങുവിൻ, ഉൾക്കരത്തില്ലാത്തവരെ ശക്തിപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ അന്യോന്യം ആത്മീയ വർധന വരുത്തിയും, ഹല്ലേലൂയ, നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും ഇരിപ്പിൻ. കാരണം നമ്മുടെ വിശ്വാസത്തിൽ പലപ്പോഴും വിശ്വാസികളാന്ന് പറയുമ്പോഴും സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ഷീണിതരാകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ അനുഭവങ്ങളും നമ്മൾ ദൈവം നടത്തിയ വഴികളൊക്കെ പറയുമ്പോൾ അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തവർക്ക്, ഞാൻ ഒരു ഇവന്റെ ഹല്ലേലൂയ വചനത്തിൽ നിന്ന് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് പറയുന്നുണ്ട്. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഓർക്കും, ഹല്ലേലൂയ, നമ്മൾ ഈ കഷ്ടങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മളെ ഈ ദൈവം ഓരോരുത്തരെയും വിളിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം. അത് വചനം പറയുന്നു, നിങ്ങളെ ലോക സ്ഥാപനത്തിന് മുമ്പേ അവൻ തെരഞ്ഞെടുത്തു, യേശുക്രിസ്തുവിൽ നമ്മളെ ദത്തെടുത്തിരിക്കുക. എന്തിനാ? നമുക്ക് ആ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് പറയുന്നു, നമ്മൾ തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു. ആദിമ പിതാവായ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൗവയിൽ കൂടെ ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ ഹൗവയെ വശീകരിച്ച് ഹല്ലേലൂയ ഒരു പാപത്തിൽ വീണുപോയി. സ്തോത്രം. ആ ആദാമ്യ പാപം നമ്മളിൽ വന്നു കിടക്കുന്നത് കൊണ്ട് തേജസ്സിന്റെ വസ്ത്രം അന്നേ നഷ്ടപ്പെട്ടു. ദൈവിക തേജസ് നഷ്ടപ്പെട്ടവരായതുകൊണ്ടാണ് അവരെ ഹല്ലേലൂയ, അവര് പാപത്തിൽ വീണു പോയത് കൊണ്ട് അവരെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആ പുറത്താക്കപ്പെട്ട ഹല്ലേലൂയ ദൈവജനതയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ, അതായത് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സ്ഥാപിപ്പാൻ, ഹല്ലേലൂയ, സാധിപ്പാൻ ദൈവം തന്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ നമ്മളെ ഇരുട്ടിൽ വീണ് കിടക്കുകയാണ്. സ്തോത്രം. ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഹല്ലേലൂയ, നമുക്കറിയാം, ഒരു ആചാരങ്ങൾക്കോ ഒരു അനുഷ്ഠാനങ്ങൾക്കോ ഒന്നും നമ്മളെ വീണ്ടെടുക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരനെ ഹല്ലേലൂയ ശവക്കുഴി കാണാതെ, ഹല്ലേലൂയ, 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 കാണാതെ ഹല്ലേലൂയ അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ നമ്മുടെ ദൈവത്തിനല്ലാതെ ഹല്ലേലൂയ വേറെ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, എബ്രായർ ഹല്ലേലൂയ പുസ്തകത്തിനകത്ത് പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ, മഹാപുരോഹിതൻ ഹല്ലേലൂയ ഒരിക്കലും നീങ്ങുവാൻ കഴിയാത്ത യാഗത്തെ വീണ്ടും വീണ്ടും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് യാഗങ്ങൾക്കൊന്നും അതിനകത്ത് ഇനി പ്രസക്തിയില്ല. അതുകൊണ്ട് ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ക്രിസ്തുവിൽ വിശ്വാസം മൂലമുള്ള നീതീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ആ സൽപ്രവർത്തികളെ നമ്മൾ ഘോഷിക്കണം. സ്തോത്രം. അതുകൊണ്ട് ഈ കണ്ട ദർശനത്തിനകത്ത് സ്തോത്രം, ഞാൻ ഹല്ലേലൂയ സുവിശേഷത്തിന് വേണ്ടി ഹല്ലേലൂയ ഒരുങ്ങുന്ന ഒരു കാഴ്ച. സ്തോത്രം. ഹല്ലേലൂയ അതിന് ഞാൻ എപ്രകാരം പ്രിപ്പയർഡ് ആകുന്നു. സ്തോത്രം. എന്റെ കർത്താവിന്റെ വരവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കുന്ന ഒരു കാഴ്ച. സ്തോത്രം. ഞാൻ കണ്ടത് ഹല്ലേലൂയ കസവ്, ഹല്ലേലൂയ ഒരു ബോർഡർ ഉള്ള, നമ്മള് മലയാളികൾക്കെല്ലാം അറിയാം കസവ് ബോർഡർ ഉള്ള ഹല്ലേലൂയ സാരി. ഈ സാരിയുടെ പ്രത്യേകത എന്തോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മള് വസ്ത്രം പറയുകയാണെങ്കിൽ നമ്മള് ഹല്ലേലൂയ നീതിയുടെ വസ്ത്രം എന്ന വചനത്തിൽ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിനകത്ത് പല സാരികളുണ്ട്. അതിനകത്ത് ഒരു കസവ് സാരി എടുത്ത്, നമ്മുടെ കൾച്ചറൽ ഡ്രസ്സാണല്ലോ. സ്തോത്രം. അതിൽ ഞാൻ ഒന്ന് എടുത്ത് ധരിക്കുന്നു. സ്തോത്രം. പിന്നീട് ഹല്ലേലൂയ കാലിലെ സോക്സ് ഇടുന്നു. സ്തോത്രം. നമുക്കെല്ലാം അറിയാം. ഹല്ലേലൂയ അത് കഴിഞ്ഞിട്ട് ചെരുപ്പിടുക. സുവിശേഷത്തിനായുള്ള ഒരുക്കമാണ് ഹല്ലേലൂയ ചെരുപ്പ് എന്ന് പറയുന്നത്. സ്തോത്രം. പിന്നീട് ഹല്ലേലൂയ ആത്മാവിന്റെ വാളായി ദൈവവചനം കൈക്കൊള്ളുക. ഞാൻ ബൈബിൾ എടുക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിവേഗത്തിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ വളരെ വേഗത്തിൽ ഞാൻ ഹല്ലേലൂയ ഡ്രസ് ഇടുന്നു, ഹല്ലേലൂയ ചെരുപ്പിടുന്നു. സ്തോത്രം. ബൈബിൾ എടുക്കുന്നു. സ്തോത്രം. എന്നിട്ട് ഞാൻ വളരെ വേഗത്തിൽ ഞാൻ ഓടുക. ഈ ബൈബിളും കയ്യിൽ എടുത്ത് ഇടത്ത് സൈഡിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഓടുക. സ്തോത്രം. ആ ധൃതി എന്നെ കാണിക്കുന്നത് ഞാൻ വളരെ വേഗത്തിലാണ് ഞാൻ എന്റെ പ്രവൃത്തി ചെയ്യേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഓടി ഞാൻ ചെന്ന് പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു ഹല്ലേലൂയ നമ്മുടെ ലൈറ്റ് ഇട്ട വളരെ, ഞാനൊരു രാത്രി സമയമാണ് കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ലൈറ്റ് ഇട്ട ഒരു ട്രാൻസ്പോർട്ട് ബസ്. സ്തോത്രം. അത് ഹല്ലേലൂയ അതിനകമെല്ലാം ഇങ്ങനെ ലൈറ്റ് ഇട്ട നിൽക്കുക. ആ വണ്ടി ഫുള്ള് നിറഞ്ഞിരിക്കുക ദൈവമക്കളെ കൊണ്ട്. സ്തോത്രം. ഞാൻ അതിന്റെ പടിവാതുക്കൽ വന്ന് നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുവാൻ സമയമായി. സ്തോത്രം.
അതിനായി ഹല്ലേലൂയ ഞാൻ കയറിയിട്ടില്ല, പക്ഷെ അത് പടിവാതുക്കൽ നിൽക്കുക. ഈ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ സ്റ്റെപ്പിന്റെ താഴെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഞാൻ കയറുന്നത് കാണുന്നില്ല, സ്തോത്രം, പക്ഷെ അത് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ദൈവമക്കളെ, അത് വളരെ ക്ലിയർ ആണ്. ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പോലും എന്റേതായിട്ട് ആഡ് ചെയ്തിട്ടില്ല. സ്തോത്രം, സഭ എടുക്കപ്പെടുവാനുള്ള സമയമായി. അതിനുള്ള ഒരുക്കങ്ങൾ ഹല്ലേലൂയ ദൈവം ഈ നമ്മുടെ സഭയില്, നമ്മുടെ ഈ നമ്മളായിരിക്കുന്ന സമൂഹത്തില്, രാജ്യത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സഭ എടുക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ നമ്മൾ അതിനകത്ത് കാണണം. ആരെയാ ദൈവം എടുക്കുന്ന ഈ ലോകത്ത് നിന്ന്? സ്തോത്രം, ഹല്ലേലൂയ, തന്റെ വിശുദ്ധന്മാരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, തന്നെത്താൻ. ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, 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 തന്നെത്താൻ. ഹല്ലേലൂയ, തന്റെ ഹല്ലേലൂയ നഗ്നത കാണാതെ വണ്ണം, ലജ്ജ കാണാതെ ഹല്ലേലൂയ തന്റെ അങ്കി അലക്കി വസ്ത്രം ഹല്ലേലൂയ വെടിപ്പാക്കി ഹല്ലേലൂയ തന്നെത്താൻ സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്കൊരു വിശേഷ വസ്ത്രം കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ടിരിക്കുകയാണെന്ന് വചനം പറയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആ മുദ്രയിട്ടപ്പെട്ടവരെ ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ ഒരു വിശേഷ വസ്ത്രവും കിട്ടുന്നുണ്ട്. സ്തോത്രം, അത് നമ്മൾ അവസാനം വരെ സൂക്ഷിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ പല രീതിയിൽ ആ ഹല്ലേലൂയ വിശേഷ വസ്ത്രത്തെ പറ്റി പറയുന്നുണ്ട്, നീതി പ്രവർത്തികളായിട്ടും ഹല്ലേലൂയ ഒക്കെ. സ്തോത്രം, ആ വസ്ത്രം നമ്മൾ അവസാനം വരെ സൂക്ഷിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഒരു കാഴ്ച കണ്ടു. പിന്നീട് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഹല്ലേലൂയ ഞാൻ ഇതേ ഡ്രസ്സിൽ തന്നെ, സ്തോത്രം, ദൈവമക്കളെ, എന്നെ കാണുകയാണ്. അതായത് സഭ എടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ഈ ബൈബിൾ എന്റെ കയ്യിലുണ്ട്. സ്തോത്രം, ഞാൻ ഉയരത്തിലേക്ക് ഇങ്ങനെ ആത്മാവിൽ അങ്ങ് കടന്നു പോവുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആകാശത്തിന്റെ 3 ലെയറുകൾ ഞാൻ പാസ് ചെയ്തു. ഞാൻ കണ്ട കാര്യമാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറന്ന് ഞാൻ അങ്ങ് മേളിലേക്ക് ചെന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നെത്തി. സ്തോത്രം, അതിനുശേഷമാണ് ഞാൻ ഈ നേരത്തെ കണ്ട ഈ സ്വർഗവും നരകവും എല്ലാം എന്നെ ഓരോന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ എന്നെ കാണിച്ചു തന്നത്. സ്തോത്രം, അപ്പോൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ സ്തോത്രം, സ്വർഗം ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേലൂയ നന്മ പ്രവർത്തി ചെയ്തവർക്ക് അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പറുദീസ എവിടെയാണോ ഹല്ലേലൂയ നിത്യത അത് ഉണ്ട്. ഹല്ലേലൂയ അല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവർ അവർ ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തിക്ക് അനുസരിച്ച ഒരു പ്രതിഫലമുള്ള സ്ഥലം അവിടെ ഉണ്ടെന്നുള്ളത് പിന്നീടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ കാണിച്ചു തന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് ഹല്ലേലൂയ ആ നരകത്തിനകത്തെ അവസ്ഥകൾ കാണിച്ചപ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ വചനത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. സ്തോത്രം, മത്തായിയുടെ സുവിശേഷത്തിലെ സ്തോത്രം 21 അധ്യായത്തിലെ സ്തോത്രം, ഹല്ലേലൂയ, അതായത് ഒരു സ്വർഗരാജ്യം ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ പുത്രന് വേണ്ടി ഹല്ലേലൂയ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. സ്തോത്രം, അതിനകത്ത് തന്റെ ദാസന്മാരെ വിട്ട് ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ വിവാഹത്തിന് ക്ഷണിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ചിലരെ ഹല്ലേലൂയ ദാസന്മാരെ അപമാനിച്ചു. ഹല്ലേലൂയ ചിലരെ കൊന്നുകളഞ്ഞു. ചിലരെ അവരെ അപമാനിച്ചു വിട്ടു. അവര് വന്നില്ല, ക്ഷണിക്കപ്പെട്ടവരൊന്നും വന്നില്ല. പിന്നീട് വഴിത്തലക്കിൽ ഇരിക്കുന്നവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ദാസന്മാരെ വിട്ടു. ഹല്ലേലൂയ. അങ്ങനെ കണ്ടവരെ ഒക്കെയും ഹല്ലേലൂയ സ്തോത്രം അവര് ദാസന്മാർ കൂട്ടിക്കൊണ്ടുവന്നു. സ്തോത്രം, നമുക്കറിയാം ഹല്ലേലൂയ ക്ഷണിക്കപ്പെട്ടവർ യോഗ്യന്മാരായിരുന്നില്ല എന്ന് പറയുന്നു. എന്താ? ഹല്ലേലൂയ ചിലരെ വിളിച്ച ആ ദാസന്മാർ വിളിച്ച ചിലര് ഹല്ലേലൂയ തങ്ങളുടെ വേലയ്ക്ക് പോയി. സ്തോത്രം, ചിലർ അതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. തങ്ങളുടേതായ പ്രവൃത്തിക്ക് അവിടെ 2 ഇടത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഒന്ന് തങ്ങളുടെ വേലയ്ക്ക് പോയി. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ 2 ഹല്ലേലൂയ മക്കളെ പറ്റി അവിടെ എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ അവിടെ തന്റെ വേലയ്ക്ക് വേണ്ടി പോയി. അപ്പൊ എന്താ? നമ്മൾ സത്യം അറിഞ്ഞിട്ടും സ്തോത്രം അതിൽ നിലനിൽക്കാതെ തന്റേതായ പ്രവൃത്തികളിൽ മുഴുകിപ്പോയവർക്ക് ഈ കല്യാണ സദ്യക്ക് കയറുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം, അപ്പോൾ ഹല്ലേലൂയ രാജാവ് ചോദിച്ചു. സ്തോത്രം, ഹല്ലേലൂയ ഈ കല്യാണ വസ്ത്രം ധരിക്കാതെ നീ എങ്ങനെ അകത്ത് കടന്നു? നമ്മൾ അത് കേൾക്കേണ്ട ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സ്തോത്രം, ഹല്ലേലൂയ നമുക്കൊരു വിശേഷ വസ്ത്രം ഹല്ലേലൂയ ദൈവം നമുക്ക് തരുന്നുണ്ട്. സ്തോത്രം, ആ വിശേഷ വസ്ത്രം അവസാനം വരെ നമുക്ക് വേണ്ടിയിട്ടുള്ളതാ. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ നമ്മൾ ഹല്ലേലൂയ കറ, മാലിന്യം, വാട്ടം ഒന്നുമില്ലാതെ ഹല്ലേലൂയ ഈ ലോകത്തിന്റെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ഹല്ലേലൂയ ഈ ലോകത്തിന് യാതൊരു അശുദ്ധിയും ഹല്ലേലൂയ മാലിന്യം ഒന്നുമില്ലാതെ അതിനെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഹല്ലേലൂയ വചനം പറയുന്നത്. സ്തോത്രം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം പ്രവർത്തിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ജഡത്തിന്റെ മോഹമോ ഹല്ലേലൂയ പക, പിണക്കം, അസൂയ, ജാരശങ്ക, വെറുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ വസ്ത്രത്തിൽ അഴുക്ക് പുരടുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ ഹല്ലേലൂയ വചനത്തിനകത്ത് പറയുന്നു. സ്തോത്രം,
കല്യാണ വസ്ത്രം ധരിക്കാതെ ഇതിനകത്ത് കയറിയ ഇവൻ ആര്? ഹല്ലേലൂയ. അപ്പോൾ കല്യാണ വസ്ത്രം വളരെ വേണ്ടപ്പെട്ടതാണ്, സ്തോത്രം, വളരെ വിലപ്പെട്ടതാണ്. അത് നമുക്ക് ധരിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളും ഹല്ലേലൂയ ഒക്കെയാണ് ആ വിശേഷ വസ്ത്രത്തെ പറ്റി ഹല്ലേലൂയ പറയുന്നത് വചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇതിനകത്ത് കടന്ന ഇവൻ ആ ദാസന്മാരോട് പറഞ്ഞു, ഹല്ലേലൂയ ഇവനെ കയ്യും കാലും കെട്ടി ഹല്ലേലൂയ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു. അപ്പോൾ ആ കണ്ട ദർശനത്തിനകത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. ഞാൻ അപ്പൊ മുമ്പേ പറഞ്ഞ എപ്പിസോഡിൽ ഹല്ലേലൂയ മുമ്പെയുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, കയ്യും കാലും കെട്ടി ഇവരെ ഹല്ലേലൂയ പേരായിട്ട് ഒരു ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നു. അപ്പോൾ അതിനകത്ത് അങ്ങനെ അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് വിശേഷ വസ്ത്രം ഇല്ല, സ്തോത്രം. ഇവരുടെ വിശേഷ വസ്ത്രം നഷ്ടപ്പെട്ടവരാ. അപ്പൊ വിശേഷ വസ്ത്രം ഇല്ലാത്തവരെല്ലാം ഇരുട്ടില് തള്ളിക്കളയും. പിന്നീട് വേറൊരു ദർശനം നമുക്ക് ഹല്ലേലൂയ നമുക്ക് വചനത്തിലെ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, സ്തോത്രം. ബിംബാരാധികൾ ആരാ? ദൈവത്തെ അല്ലാതെ വേറെ ആരെ ആരാധിക്കുന്നവരാ? ബിംബത്തെ ആരാധിക്കുന്ന അവിശ്വാസികള്, ദൈവത്തിൽ വിശ്വസിക്കാതെ ഹല്ലേലൂയ ഇരിക്കുന്നവര്, ഹല്ലേലൂയ സ്തോത്രം. ശുദ്രക്കാര്, ഹല്ലേലൂയ. നമുക്കറിയാം, ശുദ്രം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടി ഭൂതങ്ങളെ ആശ്രയിച്ച് ചില കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ സ്തോത്രം. അവരെയൊക്കെയും ഹല്ലേലൂയ അവരെല്ലാം ഹല്ലേലൂയ അവിശ്വാസികള്, ബിംബാരാധികള്, ശുദ്രക്കാര്, ഹല്ലേലൂയ സ്തോത്രം. ദൈവഹിതമല്ലാത്ത എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നവര്, മദ്യപാനികള്, ഹല്ലേലൂയ വെറുക്കൂത്ത്, ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ കുലപാതകന്മാർ, ഇവരെല്ലാം പുറത്തു തന്നെ ഈ ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ ഇട്ടുകളയും. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഹല്ലേലൂയ പറയുന്നുണ്ട്. നമ്മൾ അന്നേരം പല കാര്യങ്ങളും ശ്രദ്ധിക്കണം, സ്തോത്രം. നമുക്കൊരു മുദ്ര പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്ര ഇട്ടിരിക്കുക. എന്തുവാ? ഹല്ലേലൂയ നമ്മളെ തെരഞ്ഞെടുത്തതാ കർത്താവ്. ഹല്ലേലൂയ കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ സ്തോത്രം നമുക്ക് വിശേഷ വസ്ത്രമുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഇതൊക്കെ നമുക്ക് തന്നിരിക്കുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ ജയിക്കുന്നവനാ കിരീടം ലഭിക്കുന്നതെന്നാ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ജയിക്കുന്നവനാ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ജീവവൃക്ഷത്തിന്റെ ഫലം നൽകും. ഹല്ലേലൂയ. ജയിക്കുന്നവനെ ഞാൻ ആലയത്തിന്റെ തൂണുകളിൽ ഒന്നാക്കും, സ്തോത്രം. ആ തൂണുകളിൽ മേൽ പേര്. ഇതൊക്കെ നമ്മള് എല്ലാവർക്കും കിട്ടുന്നതല്ല. അത് ജയിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഓടണം, സ്തോത്രം. അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ ഈ കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ അവിടെ എഴുതുന്നുണ്ട്, സ്തോത്രം. പൗലോസ് ഹല്ലേലൂയ സ്തോത്രം പുതിയ നിയമ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സ്തോത്രം. ജീവപുസ്തകത്തിൽ നിന്ന് പേര് ഉള്ള ഹല്ലേലൂയ ക്ലിമന്തസ് ആണെന്നാണെന്ന് എനിക്ക് തോന്നുന്നതാണ്, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രത്യേക ദൈവദാസൻ ഹല്ലേലൂയ ഉള്ള ഒരു പേരവിടെ. അപ്പം ജീവപുസ്തകത്തിൽ പേര് വേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജീവപുസ്തകത്തിൽ പേര് മായ്ച്ചു കളയാതെ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അതിനെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ നമുക്ക് ഈ പദവികളൊക്കെ തന്നു. ഹല്ലേലൂയ നമ്മൾ വിചാരിക്കും, ഹല്ലേലൂയ ഞാൻ കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചു, ഇനി എനിക്ക് എന്റെ മരണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് ഞാൻ അങ്ങ് എടുക്കപ്പെടുക. ഇല്ല, നമ്മൾ ഇവിടെ നമുക്കൊരു പോരാട്ടമുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ ഞാൻ നല്ല ഓട്ടം ഓടി, ഹല്ലേലൂയ വേല തികച്ചു, ഹല്ലേലൂയ സ്തോത്രം. ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരാ, ഹല്ലേലൂയ. നമുക്ക് പാട്ടിനകത്ത് അറിയാം, ഹല്ലേലൂയ. പക്ഷെ ബിരുദ് പ്രാപിക്കുന്നവന് ഒരുവനേ ഉള്ളൂ, സ്തോത്രം. നമ്മളെല്ലാം ഇത് ഒരു ഓട്ടം ഓടി അങ്ങ് തീർക്കേണ്ടവരാ, സ്തോത്രം. അതിനകത്ത് നമ്മൾ ജയിക്കണം, സ്തോത്രം. അപ്പം എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ബിരുദ് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മൾ ഓടണം, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ആ ജീവ പുസ്തകത്തിലെ പേര് അങ്ങനെ തന്നെ നിലനിർത്തേണ്ടത് നമ്മൾ വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. വളരെ സൂക്ഷ്മതയോടെ, വളരെ ശ്രദ്ധയോടെ, ഹല്ലേലൂയ. നമ്മുടെ വീഴ്ചകളില്ല എന്നുള്ളതല്ല, സ്തോത്രം. വളരെ പിശാചിന്റെ പ്രവൃത്തികൾ നമ്മുടെ മേൽ വന്നിട്ട് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മളെ തള്ളിയിടാം, ഹല്ലേലൂയ. പക്ഷെ അവിടെയൊന്നും നമ്മൾ വീണ് പോകാതെ നമ്മൾ മുന്നേറേണ്ടത് ആവശ്യമാണ്, സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നല്ല പോർ പൊരുതണം. എന്താ? വിശ്വാസത്തിന്റെ പോര്, ഹല്ലേലൂയ. അതൊക്കെ ഈ പിശാച് നമ്മുടെ മേൽ ഹല്ലേലൂയ വളരെ കെണികളും പ്രവർത്തികളും ചെയ്യുമ്പോൾ ഹല്ലേലൂയ അതിനെ ഹല്ലേലൂയ വിശ്വാസം എന്ന ഹല്ലേലൂയ പരിചയം എടുത്തുകൊണ്ട് നമ്മൾ നിന്ന് അതിനെതിരെ ഹല്ലേലൂയ പോരാടണം. ഇങ്ങനെ നമ്മുടെ ആ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നല്ല പോർ പൊരുതി മാത്രമേ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ, ഹല്ലേലൂയ. പിന്നീട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയുക, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ നമുക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ വളരെ വലിയൊരു ഓട്ടമുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. അതിനെ നമ്മള് ഹല്ലേലൂയ നല്ല ഓടി ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിലനിന്ന് വിശ്വാസത്തിന് വേണ്ടി എന്ത് വിലയും
വിലയും കൊടുത്ത് ഹല്ലേലൂയ നമ്മൾ നിലനിൽക്കണം. സ്തോത്രം. ഞാൻ എന്റെ പിതാവിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ ഹല്ലേലൂയ എന്റെ പിതാവ് വളരെ മദ്യപാനത്തിലൂടെ ഹല്ലേലൂയ ജീവിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ഹല്ലേലൂയ ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം പല 2-3 പ്രാവശ്യങ്ങളിലായിട്ട് ഹല്ലേലൂയ പല പ്രാവശ്യമായിട്ട് എന്റെ പിതാവ് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവം നമ്മളെ പല ദർശനങ്ങളും ഹല്ലേലൂയ ദൈവത്തിന്റെ ആലോചനകളും അറിയിക്കും ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ അതിന് പ്രകാരം സ്റ്റെപ്പ് എടുത്തു വെക്കാൻ തയ്യാറാകണം. നമ്മളെ അറിയിക്കുന്നത് ഹല്ലേലൂയ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി ആയിരിക്കാം, നമ്മുടെ സഹോദരങ്ങളെ പറ്റി ആയിരിക്കാം, അല്ലെ നമ്മളെ അറിയാത്തൊരു നമുക്ക് നമ്മുടെ ആ ചുറ്റുവട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും. പക്ഷെ നമ്മൾ അറിയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അറിയിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് കാണിക്കുന്ന എന്താ വ്യക്തിയുടെ ആത്മാവിന്റെ വിടുതൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. വചനം പറയുന്നു ഒരു ആത്മാവിന്റെ വില സർവ്വ ലോകങ്ങളെക്കാളും വലുതാണെന്ന വചനം പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ അത്രമാത്രം വില ഒരു ഹല്ലേലൂയ മനുഷ്യന്റെ ആത്മാവിന്റെ ദൈവം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ഈ എല്ലാവരും വിചാരിക്കുന്നത് ഈ ലോക ജീവിതം ഇവിടെ ഇങ്ങനെ അങ്ങ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വന്നവരാണെങ്കിലും തന്നെ ഇവിടെ അങ്ങ് ജീവിച്ച നമുക്ക് അങ്ങ് പിന്നീട് മരണശേഷം നിത്യതയിലെടുക്കാം. ഇല്ല. നമ്മള് ഈ വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് വളരെ കൃത്യതയോടെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം. സ്തോത്രം. അല്ലെങ്കിൽ എന്റെ പിതാവ് വിശ്വാസത്തിൽ ഹല്ലേലൂയ വന്ന ശേഷം ഹല്ലേലൂയ വചനത്തിലൂടെ ദർശനത്തിലൂടെ എന്നെ ഇങ്ങനെ പല കാര്യങ്ങളും കാണിച്ചു. അപ്പോൾ ഹല്ലേലൂയ ഞാൻ എന്റെ പിതാവിനോട് ഈ കണ്ട ദർശനങ്ങളൊക്കെ പറഞ്ഞു. ചില ദർശനങ്ങളൊക്കെ എന്റെ പിതാവും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ദർശനങ്ങൾ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറയുക. സ്തോത്രം. എന്നെ കാണിച്ചു തന്ന ഒരു ദർശനത്തിനകത്ത് ഹല്ലേലൂയ എന്റെ പിതാവ് സ്തോത്രം ഹല്ലേലൂയ ഒരു വരമ്പത്തൂടെ ഇങ്ങനെ കടന്നു പോവുക. സ്തോത്രം. എന്റെ പിതാവിന്റെ 2 സഹോദരങ്ങള് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ മുൻപേ ഹല്ലേലൂയ തലയില് ഹല്ലേലൂയ ഒരു ചുമടും വെച്ചുകൊണ്ട് ഹല്ലേലൂയ ഇങ്ങനെ കടന്നു പോവുക. സ്തോത്രം. എനിക്ക് മനസ്സിലാക്കി തന്നത് സ്തോത്രം ഒരു വഴി എത്തിയപ്പോൾ ഹല്ലേലൂയ ഈ 2 പിതാവിന്റെ സഹോദരങ്ങൾ രണ്ടുപേരും മുന്നോട്ട് കടന്നു പോകുമ്പോൾ എന്റെ പിതാവ് അതിന്റെ പുറകെ വന്നിട്ട് വേറൊരു വഴിയെ ഡയറക്ഷൻ തിരിഞ്ഞ് റൈറ്റിലോട്ട് പോവുക. സ്തോത്രം. എന്നോട് എനിക്ക് മനസ്സിലാക്കി തന്നത് തങ്ങളുടെ പാപഭാരവുമായിട്ട് സഹോദരൻ മുന്നിൽ കടന്നു പോകുമ്പോൾ സ്തോത്രം എന്റെ പിതാവ് ആ വഴിയല്ല പോകുന്നത്. എന്റെ പിതാവ് വേറൊരു വഴി തിരിഞ്ഞങ്ങ് പോവുക. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് എന്നോട് വചനത്തിലൂടെ പറഞ്ഞു ഹല്ലേലൂയ നല്ല ഫലം കായ്ക്കേണ്ടതിന് അവൻ ഹല്ലേലൂയ വൃക്ഷമൊക്കെ ഹല്ലേലൂയ ചെത്തി വെടിപ്പാക്കുന്നു. സ്തോത്രം. ദൈവം നമ്മളിൽ നിന്ന് നല്ല ഫലം കായ്ക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതപ്രകാരം ജീവിച്ച ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടന്ന് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു. എന്തിനാ? സ്തോത്രം. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മാത്രമല്ല. ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പ്രത്യേകം പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ അവർ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ അവര് ഒരു മാളിക മുറിയിൽ ഇരുന്ന് ശിഷ്യന്മാരെല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു. അവര് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ആ റൂം മുഴുവൻ കുലുങ്ങി. സ്തോത്രം. അവർ അഗ്നിനാവുകളാൽ പുലർന്ന ഹല്ലേലൂയ സ്തോത്രം നാവിൽ സംസാരിച്ചു, അന്യഭാഷയിൽ സംസാരിച്ചു. സ്തോത്രം. പിന്നീട് നമ്മൾ കാണുന്നത് സ്തോത്രം അവർക്കുള്ളതൊന്നും അവർ സ്വന്തമെന്ന് വിചാരിച്ചില്ല, എല്ലാം പൊതു എന്ന് വിചാരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കാര്യങ്ങൾ നടക്കാനല്ല, മറ്റുള്ളവരെ നമ്മൾ കരുതണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. ദൈവത്തിന്റെ പദ്ധതി എന്തോ അതിപ്രകാരം നമ്മൾ ജീവിക്കുക. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ കാറ്റിന്റെ ദിശ പോലെയാ. സ്തോത്രം. കാറ്റ് എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. സ്തോത്രം. അതുപോലെ നമുക്കറിയാം ഫിലിപ്പോസ് ഹല്ലേലൂയ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഹല്ലേലൂയ പെട്ടെന്ന് ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ ഹല്ലേലൂയ സ്തോത്രം തേരിലിരുന്ന ഹല്ലേലൂയ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിക്കാം. നീ വേഗം അവിടേക്ക് ചെല്ലാൻ. സ്തോത്രം. അങ്ങനെ ഫിലിപ്പോസ് അവിടേക്ക് ചെന്ന് ഈ തേരോട് ചേർന്ന് നടന്നു. അവൻ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഹല്ലേലൂയ നീ ഇത് ഗ്രഹിച്ചാണോ വായിക്കുന്നത്? അപ്പോൾ എടുത്തു പറഞ്ഞ എന്താ ഷമ്മൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ ഇത് എങ്ങനെ ഗ്രഹിക്കും? അപ്പൊ ചിലർക്ക് നമ്മൾ അനേക വചനം വായിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ഗ്രഹിക്കുന്നില്ല, അതിന്റെ അർത്ഥം അറിയത്തില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും നീ എന്താണ് ചെയ്യേണ്ടത്. സ്തോത്രം. അങ്ങനെ ഞാൻ പറഞ്ഞത് പല വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്തവരുടെ ചില അത്ഭുതങ്ങൾ ഹല്ലേലൂയ അവരിലൂടെ ദൈവത്തെ അറിഞ്ഞ് ഹല്ലേലൂയ ആ ദൈവിക പ്രവർത്തികൾ നമ്മളിലൂടെ ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും. സ്തോത്രം. നമുക്കറിയാം വേറൊരു ഹല്ലേലൂയ വചനത്തില് ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറയുന്നു പൗലോസിനെയും ശീലാസിനെയും ഹല്ലേലൂയ വളരെ അടുപ്പിച്ച് കാരാഗൃഹത്തിലാക്കി. സ്തോത്രം. അവിടെ എന്തിനാ അവരെ ഉപയോഗിച്ചത്? നമ്മൾ വിചാരിക്കും അയ്യോ അവര് കഷ്ടത വന്നവരെ അതിനകത്ത് ആക്കിയല്ലോ ദൈവത്തെ സുവിശേഷ നിമിത്തം.
അതെ, സുവിശേഷ നിമിത്തം കഷ്ടത സഹിക്കാം. പക്ഷെ വേറൊരു ദൈവിക പദ്ധതി എന്തായിരുന്നു അതിനകത്ത്? കാരാഗ്രഹ പ്രമാണിയുടെ ഹല്ലേലൂയ സ്തോത്രം, മാനസാന്തരത്തിന് വേണ്ടി ദൈവം അവരെ ഉപയോഗിച്ച് സ്തോത്രം. അതാ. അപ്പൊ നമ്മള് വിചാരിക്കണം, ചില ദൈവിക പ്രവർത്തികൾ നടക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഉപയോഗിക്കും. സ്തോത്രം, സ്തോത്രം. അവിടെ ഹല്ലേലൂയ സ്തോത്രം. ഈ കാരാഗ്രഹ പ്രമാണി അവര് ചങ്ങലയിൽ കിടന്നിട്ടും ഹല്ലേലൂയ കാലാമത്തിൽ കിടക്കുന്നുവെങ്കിലും ഹല്ലേലൂയ അവര് പാടി അർദ്ധരാത്രി പ്രാർത്ഥിച്ച ദൈവത്തെ സ്തുതിച്ചപ്പോൾ ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. സ്തോത്രം. അവിടെ വലിയൊരു ദൈവപ്രവർത്തി നടന്നു. അപ്പോൾ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നെന്ന് അതിനകത്ത് വചനം പറയുന്നത്. പെട്ടെന്ന് കാരാഗ്രഹപ്രമാണി വിചാരിച്ചു, അല്ലെങ്കിൽ ഇവര് ഇറങ്ങിപ്പോയെന്ന്. പെട്ടെന്ന് കാരാഗ്രഹപ്രമാണി ചോദിച്ചു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നീയും നിന്റെ കുടുംബവും കർത്താവിൽ വിശ്വസിക്കുക, എന്നാൽ ഹല്ലേലൂയ രക്ഷ പ്രാപിക്കും. അങ്ങനെ ആ കാരാഗ്രഹ പ്രമാണി കർത്താവിൽ വിശ്വസിച്ചവന്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിച്ചെന്ന് നമ്മൾ പറയുന്നു. അങ്ങനെ ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ നിർത്തുവാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ നമ്മളായിരിക്കുന്ന അവസ്ഥ ഏതെന്ന് നമ്മൾ അറിയുന്നില്ല. സ്തോത്രം, സ്തോത്രം. എന്നാൽ ദൈവത്തിന് നമ്മളെ പറ്റി, നമ്മുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ വിളിയെ പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കി ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ഹല്ലേലൂയ പ്രയോജനപ്പെടുക. സ്തോത്രം. നമ്മള് ഹല്ലേലൂയ അനേകരെ ഹല്ലേലൂയ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ കണ്ടിരിക്കാം. നമ്മളായിരിക്കുന്ന സമൂഹത്തില് ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള എന്തെങ്കിലും പ്രവർത്തികൾ കാണുമ്പോൾ വിശ്വാസികളായാലും അവിശ്വാസികളായാലും മറ്റുള്ളവരെ പറ്റി ഹല്ലേലൂയ പറയുക. സ്തോത്രം. പക്ഷെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണമേ, നമ്മൾ വചനപ്രകാരം ഹല്ലേലൂയ മാക്സിമം ഹല്ലേലൂയ നമ്മൾ ആ വചനം എന്താണ് പറയുന്നത്, നമ്മൾ മനുഷ്യരെ നോക്കണ്ട. സ്തോത്രം, സ്തോത്രം. നമ്മൾ ആരും ഹല്ലേലൂയ തികഞ്ഞവരല്ല. പക്ഷെ വചനം പറയുന്നത് എന്താ? ക്രിസ്തുവിന്റെ തലയോളം വളരുവിൻ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ പോലെ അവൻ എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആയിരിക്കാനാവും സ്തോത്രം നമ്മളെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. നമ്മൾ അന്യോന്യം വിധിക്കാതെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ നോക്കാതെ സ്തോത്രം, സ്തോത്രം ഹല്ലേലൂയ നമ്മളെ വിളിച്ചവന്റെ ഹല്ലേലൂയ ആ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി സ്തോത്രം അതിൻ പ്രകാരം മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക. സ്തോത്രം. ഹല്ലേലൂയ സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവൻ ഹല്ലേലൂയ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് വിളിച്ചാൽ നമ്മൾ അഗ്നി നരകത്തിന് യോഗ്യന്മാരാം. അതുകൊണ്ട് നമ്മൾ ആരും അന്യോന്യം വിധിക്കാതെ സ്തോത്രം നമ്മളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാലും അതിനെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ദൈവമേ നിന്റെ എന്തിനാണോ എന്നെ വിളിച്ചത് തിരഞ്ഞെടുത്തത് ആ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ നിറവേറണം. നീ എവിടെയെല്ലാം എന്നെ എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവേ, അവിടെ എല്ലാം എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ ഞങ്ങളെ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിനായി ഞങ്ങൾ ഉപയോഗിക്കണമേ. സ്തോത്രം. നമ്മളായിരിക്കുന്ന ചർച്ചിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ദൈവിക പദ്ധതികൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനും കർത്താവിന്റെ ഹല്ലേലൂയ ഹിതപ്രകാരം നമ്മൾ ഹല്ലേലൂയ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുവാനും നമ്മൾ പ്രാർത്ഥിക്കാൻ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കും. നമുക്കറിയാം ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത് അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. യുദ്ധശ്രുതികള് ഹല്ലേലൂയ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ക്ഷാമങ്ങൾ അവിടെ ഇവിടെ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മഹാവ്യാധികൾ അവിടെ ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇതൊക്കെ കർത്താവിന്റെ വരവിനോടടുത്തുള്ള ലക്ഷണങ്ങളാണ്. കർത്താവിന്റെ വരവ് നിശ്ചയമാണ്. നമുക്കറിയാം. സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ മുൻപ് കൂട്ടി ഹല്ലേലൂയ നമ്മുടെ ദൈവം അരുളി ചെയ്തു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഒരു ശിശു ജനിക്കുമെന്നല്ലേ, അത് കർത്താവിന്റെ നിർണയപ്രകാരം നമ്മുടെ ദൈവത്തിന്റെ നിർണയപ്രകാരം ഹല്ലേലൂയ മറിയയുടെ ഉദരത്തിൽ ഹല്ലേലൂയ ഉരുവായി. ഹല്ലേലൂയ. അതും പരിശുദ്ധാത്മാവിനല്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ സ്തോത്രം ഹല്ലേലൂയ വഴിയൊരുക്കുവാൻ വേണ്ടി യോഹന്നാൻ പ്രവാചകനെ അയച്ചു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. തന്റെ യൗവന പ്രായത്തിൽ തന്നെ സ്തോത്രം ഹല്ലേലൂയ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ വളരെ വേഗത്തിൽ ചെയ്തെടുത്തു. സ്തോത്രം. ചുങ്കക്കാരെയും പാപികളെയും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കൂട്ടിക്കൊണ്ടു വന്നു. ഹല്ലേലൂയ. ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായിട്ട് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ ഹല്ലേലൂയ കുലീനവും നികൃഷ്ടമായത് തിരഞ്ഞെടുത്തു. സ്തോത്രം ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ഇത്രയും ഉന്നതനായ സ്വർഗീയതയിൽ ഇരുന്നിട്ടും ഹല്ലേലൂയ മഹോന്നതനായ ആ സ്വർഗീയ പദവികളെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് വന്നത് എന്തിനാ? നമ്മുടെ ഈ പാപത്തിൽ നിന്ന് ഹല്ലേലൂയ അവൻ പാപത്തെ വെറുക്കുകയും പാപികളെ രക്ഷിക്കുകയും ചെയ്തു. സ്തോത്രം. ഇത്ര വലിയൊരു ദൈവത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ പദവി ഓർത്ത് നമുക്ക് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ദൈവമക്കളെ, ഈ ലോകത്തിൽ നമുക്ക് എന്തുണ്ടെങ്കിലും അതെല്ലാം നശ്വരമാണ്. പക്ഷെ കർത്താവിന്റെ ഹല്ലേലൂയ ആ നിത്യത അത് ശാശ്വതമാണ്. നമുക്ക് സ്വർഗമാണെങ്കിൽ അത് നിത്യതയാ, സ്വർഗമാണ്, നിത്യമായിട്ടുള്ളതാ.
നരകമാണെങ്കിൽ അത് നിത്യമാണ്. അല്ലെങ്കിൽ അതൊന്നും നമുക്ക് ഒരിക്കലും മാറാൻ ഒക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോഴേ നമ്മുടെ നിത്യത ഉറപ്പാക്കണം. ഈ ലോകത്തിൽ നമുക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം തരുമെന്ന വചനം പറയുന്നത്. സ്തോത്രം. ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ ഒരിക്കലും ലജ്ജിതയാകാൻ ദൈവം അനുവദിക്കത്തില്ല. കർത്താവിന്റെ വചനം പറയുന്നു. സ്തോത്രം. മുമ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതിയെന്ന് വിചാരിപ്പിൻ. സ്തോത്രം. നമ്മുടെ ദൈവം ഒരിക്കലും കൈവിട്ട് കളയില്ല. നമുക്കറിയാം എത്ര അനുഭവങ്ങളുണ്ട്. ഞാൻ ഓടിച്ചു പറയാം. സ്തോത്രം. ആ ഏലിയാവിന്റെ കാര്യം നമുക്കറിയാം. കർത്താവിന്റെ ഹിതപ്രകാരം ചരിച്ച ഏലിയാവ് ഹല്ലേലിയ, ഒരു ഇസബേല് ഹല്ലേലിയ പറഞ്ഞു, ഹല്ലേലിയ നിന്റെ ജീവനെ ഞാൻ എടുക്കും ഹല്ലേലിയ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലിയ അവന് പെട്ടെന്ന് അങ്ങ് തളർന്നുപോയി. ആത്മാവിൽ തളർന്നു പോയിട്ട് അവൻ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ പോയി കിടന്ന് ഉറങ്ങിയ. പക്ഷെ ദൂതൻ അവിടെ വിട്ടോ. നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ദൂതനെ അവിടെ ഇറക്കി എന്തിനാ? ഒരു ഒരു പ്രവാചകനാ അവന്, അനേകരെ അഭിഷേകം ചെയ്യേണ്ട അവനാ കിടന്ന് ഉറങ്ങുന്നത്. സ്തോത്രം. പക്ഷെ ഒരു ഹല്ലേലിയ അവന് വേണ്ടുന്ന ഹല്ലേലിയ അടയുമായി, സ്തോത്രം, തുരുത്തിയിൽ വെള്ളവുമായി ദൂതനെ അവിടെ ഇറക്കി തളർന്നിരിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്ന ദൈവം. പിന്നീട് നമുക്കറിയാം കേരീത്തതോടെ ഒളിച്ചിരുന്നവന് വേണ്ടി കാക്കയെ വിട്ട്, കാക്ക ഒരു മനുഷ്യന് കൊണ്ടുവന്ന് ആഹാരം കൊടുക്കുമോ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട് പ്രാക്ടിക്കലായിട്ട് കിട്ടുന്ന വേസ്റ്റ് മുഴുവൻ അവർ തിന്നില്ല കാക്ക. പക്ഷെ ആ ദൈവം കൽപ്പിച്ചാല് ഹല്ലേലിയ ചെയ്യാത്തതൊന്നുമില്ല. സകല ചരാചരങ്ങളും, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും, ഹല്ലേലിയ ഹല്ലേലിയ, കാട്ടിലെ സകല മൃഗങ്ങളും എനിക്കുള്ളവ എന്ന സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്. ഹല്ലേലിയ, സ്തോത്രം. ഹല്ലേലിയ. എന്നോട് ചോദിച്ചോളൂ, ഞാൻ ജാതികളെ നിനക്ക് അവകാശമായി, ഹല്ലേലിയ, ഭൂമിയുടെ അറ്റം വരെ കൈവശ അവകാശമായി തരും. എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തരും. ഹല്ലേലിയ. നമുക്ക് ആവശ്യമുള്ള ദൈവത്തോട് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്. ഹല്ലേലിയ. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. കർത്താവിന്റെ ഗീതം എന്തെന്ന് അറിഞ്ഞ് അതനുസരിച്ച് ജീവിച്ചാൽ ദൈവം സകലതും തല്ലിക്കൊള്ളും. ഹല്ലേലിയ ഹല്ലേലിയ, സ്തോത്രം സ്തോത്രം. നമുക്ക് വചനത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആഹാരത്തെക്കാൾ ശരീരവും, ഹല്ലേലൂയ ഹല്ലേലൂയ, ശരീരത്തെക്കാൾ ഉടുപ്പും, ഹല്ലേലൂയ, ജീവനും വലിയതാ. സ്തോത്രം. അപ്പം ആ ജീവന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സ്തോത്രം. ആ ജീവന് വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ ഹല്ലേലൂയ നമുക്ക് ആവശ്യം വേണ്ടതെല്ലാം ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ഈ ലോകത്തിൽ നമ്മൾ ഹല്ലേലൂയ അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി നമുക്ക് രൂപാന്തരപ്പെടാം. ഈ ഹല്ലേലൂയ രണ്ടാമത്തെ എപ്പിസോഡ് ഹല്ലേലൂയ എന്നെ ശ്രമിച്ച എല്ലാ ദൈവമക്കൾക്കും ഹല്ലേലൂയ ഞാൻ ദൈവനാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എന്റെ നന്ദി അറിയിക്കുക. സ്തോത്രം. ഹല്ലേലൂയ അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. ഹല്ലേലൂയ ഇതിനുവേണ്ടി പ്രത്യേകം എനിക്ക് അവസരം ഒരുക്കി തന്ന ഹല്ലേലൂയ പ്രിയ ഹല്ലേലൂയ ആന്റിയോടും ഹല്ലേലൂയ ഇതിന്റെ എല്ലാ ഭാരവാഹിയോടും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ നിന്നും വിരമിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ഓക്കെ ഓക്കെ ബ്ലസ്സി, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ബ്ലസ്സിയെ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്നാണ് കുറച്ച് പറയാൻ കഴിഞ്ഞത്. ഓക്കെ, ബ്ലസ്സിയെ പ്രിപ്പയർ ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മൾ ഇന്ന് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും ഒക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തവർ ഇപ്പോൾ തന്നെ ഈ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് കുറച്ചുകൂടെ ഒരുങ്ങാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണല്ലോ. നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ ഒരുക്കാം. കർത്താവിന് വേണ്ടി 10 കന്യകമാര് കർത്താവിന് വേണ്ടി കാത്തിരുന്ന് 5 പേരെന്തോ ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. എന്നാൽ 5 പേര് കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോടൊത്ത് മണിയറയിൽ കയറുവാൻ ഇടയായി തീർന്നു. അതുപോലെ അതൊക്കെ ഒരു കർത്താവ് നമുക്ക് തന്ന ഉപമകളാണ്. അപ്പോൾ അതുപോലെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രിയ ബ്ലസ്സിയെ കർത്താവ് ഒരുക്കിയെടുത്തു. അതുപോലെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ആരും നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടയായി തീരരുത്. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വിശ്വസ്തയോടുകൂടെ ചെയ്യാം. പ്രിയ ബ്ലസ്സി രണ്ടാമതൊന്നും കൂടെ വന്ന് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രിയ ദേവദാസിയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. താൻ ദർശനം കണ്ടതുപോലെ അതിവേഗതയോട് കർത്താവ് ഏൽപ്പിച്ച വേല അവിശ്വസ്തയോടുകൂടെ ചെയ്തു തീർക്കുവാനും കർത്താവ് സഹായിക്കട്ടെ. അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് നേടുവാൻ സുവിശേഷവുമായി കർത്താവ് അനേക സ്ഥലങ്ങളിൽ അയക്കട്ടെ. സുവിശേഷം നമ്മുടെ അടുത്തുള്ളവരോടും ദൂരെയുള്ളവരോടും ഒക്കെ പറയുവാൻ കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ബ്ലസ്സി. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. ഒന്ന് പ്രാർത്ഥിച്ചാട്ട് ബ്ലസ്സി. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കർത്താവേ സ്തോത്രം. നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം അവിടെ ഹല്ലേലൂയ സമയം
കർത്താവെ. ഹല്ലേലൂയ, അങ്ങ് ദൂരസ്ഥനും ഹല്ലേലൂയ മാത്രമല്ല, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, സമീപസ്ഥനും ദൈവമാകുന്നു. ദൂരസ്ഥനും സമീപസ്ഥനും ഒരുപോലെ ദൈവമായിരിക്കുന്ന ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഭയങ്കരനായിരിക്കുന്ന ദൈവമേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ, ദൈവമേ, ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ വലിയ സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. അങ്ങ് അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഞങ്ങൾ ഇരിക്കുന്നതും ഞങ്ങൾ എഴുന്നേൽക്കുന്നതും ഞങ്ങളുടെ നിരൂപണ സകലതും അവിടുന്ന് ദൂരമേ നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഈ ശുശ്രൂഷ എത്രത്തോളം അനുഗ്രഹമായി കൊണ്ടുപോകുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഇതിന് ഹല്ലേലൂയ മുൻകൈ എടുത്ത ആന്റി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഈ രണ്ടാമത്തെ എപ്പിസോഡും ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രമിക്കുന്ന ഹല്ലേലൂയ എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഈ വെളിപ്പാടിന്റെ ഹല്ലേലൂയ മർമ്മങ്ങളെ ഹല്ലേലൂയ കർത്താവെ അവർക്ക് ആഴത്തിൽ അവിടെ നിന്ന് ഹല്ലേലൂയ മനസ്സിലാക്കി കൊടുക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ ദൈവിക മർമ്മങ്ങൾ ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ ഇതിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്തെന്ന് കർത്താവെ നിന്റെ മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. സ്തോത്രം കർത്താവെ. അവരുടെ ഹല്ലേലൂയ അവരുടെ ആത്മാവിന്റെ വിടുതലിന് കാരണമാകട്ടെ കർത്താവെ. ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നുവെങ്കിൽ നിങ്ങളെ പോലെ വേറെ അരിഷ്ടന്മാരില്ല എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് കർത്താവ് ഈ ലോകത്തിൽ മാത്രമല്ല ഒരു നിത്യതയുണ്ടെന്നുള്ള വലിയൊരു കർത്താവെ കാഴ്ചപ്പാട് ഈ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കൊടുക്കണമേ. അനേകരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ഇത് കാരണമാക്കട്ടെ. കർത്താവെ ഹല്ലേലൂയ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് ബലപ്പെടുത്തുവാൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവിനെ തന്നിരിക്കുന്നു. കർത്താവെ അനേകർക്ക് ഹല്ലേലൂയ ആത്മാവിൽ ബലപ്പെടുവാൻ ഇത് കാരണമാകട്ടെ. കർത്താവെ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ പണ്ട് ഭാഗമായിട്ടും വിവിധ ഭാഗമായിട്ടും തന്റെ പിതാക്കന്മാരോട് അരുളി ചെയ്തത് ഇന്ന് പുത്രൻ മുഖാന്തരം നമ്മോട് നേരിട്ട് അരുളി ചെയ്തിരിക്കുന്നു. സ്തോത്രം. ഈ വെളിപ്പെടുത്തിയ ഹല്ലേലൂയ സകല ദർശനങ്ങള് ഹല്ലേലൂയ കർത്താവെ സ്തോത്രം വെളിപ്പാടുകള് കർത്താവെ ദൈവം സംസാരിച്ച വചനങ്ങള് കർത്താവെ ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവിന്റെ എഴുതിയിരിക്കുമ്പോൾ കർത്താവെ അത് ഞങ്ങൾക്ക് അത് അങ്ങനെ തന്നെ വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. ഇത് അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ കർത്താവ്. ഇത് കേൾക്കുന്ന കുടുംബങ്ങളെ കർത്താവ് വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ആത്മാവ് ഹല്ലേലൂയ അത് അങ്ങനെ തന്നെ പ്രിപ്പയർ ചെയ്യുവാൻ കർത്താവിന്റെ ഹിതപ്രകാരം രൂപാന്തരപ്പെടുത്തി എടുക്കുവാൻ ഇടയാകട്ടെ. കർത്താവ് ഈ ശുശ്രൂഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവ് ഇനി ഇതിന്റെ കർത്താവെ അല്ലെങ്കിൽ അതിരുകൾ വിശാലപ്പെടട്ടെ കർത്താവെ. സ്തോത്രം. കർത്താവ് ഏതെല്ലാം ലാംഗ്വേജിലെ അല്ലെങ്കിൽ കർത്താവെ ഇത് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ പദ്ധതി പ്രകാരം ഇതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. സ്തോത്രം. തിരുനാമ മഹത്വത്തിനായിട്ട് ഈ ശുശ്രൂഷ തീരട്ടെ കർത്താവെ. സ്തോത്രം. അതിനുള്ള പരിജ്ഞാനം കർത്താവെ ആനിക്കും. അതിനുള്ള കർത്താവെ ദൈവദാസനും എല്ലാം കൊടുത്ത് മാനിക്കണമേ കർത്താവെ. കാലയിലെ കുഞ്ഞുങ്ങളെ അതിനായി ഒരുക്കണമേ കർത്താവെ. എല്ലാ മേഖലകളെയും കർത്താവെ ഇതിന്റെ സിസ്റ്റം ഹല്ലേലൂയ ഇതിന്റെ IT കർത്താവ് എല്ലാ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ഇത് ഹല്ലേലൂയ പടർന്ന് പന്തരിച്ച് കർത്താവിന്റെ പദ്ധതി പ്രകാരം ഇതായി തീരട്ടെ കർത്താവ്. ഒരു പ്രാവശ്യം കൂടെ അടിയനെ സമർപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ തിരുനാമഹത്വത്തിനായി തീരട്ടെ കർത്താവെ. സ്വന്തമായ മഹത്വം എടുക്കണമേ. സർവ്വം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ആമേൻ.